നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ വിധി നാളെ. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഏകപ്രതി കേതൽ ജെൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. നാടിനെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലാണ് നാളെ വിധി പറയുക. ചൊവ്വാഴ്ച പരിഗണിച്ചെങ്കിലും തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു കേസ് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെയാണ് കേതൽ ജെൻസൺ രാജ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 2017 ഏപ്രിൽ 5, 6 തീയതികളിലായിരുന്നു കൊലപാതകം. ഓൺലൈനിലൂടെ വാങ്ങിയ മഴ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടിയും അടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. പെട്രോൾ ഒഴിച്ച് മൃതദേഹങ്ങൾ കത്തിക്കാൻ ശ്രമിച്ച ശേഷം പ്രതി ചെന്നൈയിലേക്ക് കടന്നു. തിരികെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കേതലിനെ പോലീസ് പിടികൂടിയത്. കൊലപാതക കാരണം സ്വർഗപ്രവേശന ആഭിചാരവിദ്യയായ ആസ്ട്രൽ പ്രൊജക്ഷനാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മനോരോഗ വിദഗ്ധന് മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. രക്ഷിതാക്കളോടുള്ള പകയാണ് കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചത്. വിചാരണയിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കേതൽ നിലപാടെടുത്തു. കേസിൽ 41 സാക്ഷികളെ വിസ്തരിച്ചു. 104 രേഖകളും 57 വസ്തുക്കളും കോടതിയിൽ ഹാജരാക്കി. ഫോറൻസിക് തെളിവുകളാണ് പ്രോസിക്യൂഷന്റെ തുറുപ്പ്. പ്രതിയുടെ വസ്ത്രത്തിൽ നിന്നും കൊല്ലപ്പെട്ടവരുടെ രക്തസാമ്പിളുകൾ കണ്ടെത്തിയതും നിർണായകമായി. SP KE ബൈജു ആയിരുന്നു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ദിലീപ് സത്യനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.